ഞാൻ ആദ്യം ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ ഷിബു മീരാൻ, കോലീബി സഖ്യം നിങ്ങൾ എല്ലാ കാലത്തും കേൾക്കേണ്ടി വന്നിട്ടുള്ള ചീത്തപ്പേരാണ്. അതില്ല എന്ന് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ RSSും ഞങ്ങളും തമ്മിലുണ്ടായിരുന്ന സഹകരണത്തെക്കുറിച്ച് എന്തിനോർമ്മിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ചു കാലമായി പറഞ്ഞു വരുന്ന കാര്യങ്ങളുമായി ചേർത്ത് വെക്കുന്നുണ്ടോ? എന്തിനാണ് PV അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ചത്? അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് MV ഗോവിന്ദന്റെ പ്രസ്താവനയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടിനും മറുപടി പറയണം, കോലീബിയും പറയണം. അല്ല, ഒരിക്കലും MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയെ നമ്മൾ ഈ മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഫ്രോഡിയൻ സ്ലിപ്പായി ഞങ്ങൾ കാണുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നിലമ്പൂരിൽ കൊട്ടിക്കലാശം നടന്ന അന്ന് വൈകിട്ടാണ് സ്മൃതി തന്നെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചോദ്യം ഇങ്ങോട്ട് ഉന്നയിക്കപ്പെടാതെ തന്നെ അദ്ദേഹം അത് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ വിവാദമായാലോ എന്നൊരു ആശങ്ക ആ മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ നേരത്തെയും RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ്. അതിനെ ചുറ്റിപ്പുറത്താണ് നമ്മൾ ഈ കോലീബിയിലേക്കൊക്കെ വരുന്നത്. ഞാൻ ഉറപ്പായും ഇവിടെ മഞ്ചേശ്വരത്തെ കാര്യം, കോലീബി ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഇന്ന് മുഖ്യമന്ത്രി ആകട്ടെ, ഇന്ന് രാവിലെ മുതൽ ഗോവിന്ദൻ മാഷ് ആകട്ടെ, CPMകാരൊക്കെ ശ്രമിക്കുന്നത് ഞങ്ങൾ RSSുമായി ഒരു സഖ്യത്തിനും പോയിട്ടില്ല, ഞങ്ങൾ സഖ്യമുണ്ടാക്കിയത് ജനതാ പാർട്ടിയുമായിട്ടാണ്, ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തരക്കേടില്ല എന്നാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ സ്മൃതി തന്നെ വായിച്ചു കേൾപ്പിച്ച സഖാവ് P. സുന്ദരയ്യയുടെ 975 രാജിക്കത്തുണ്ട്. ആ രാജിക്കത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അവർക്കെതിരെ, അവരുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വലിയ സമരം ഉയർന്നു വരുന്നുണ്ട്. സ്മൃതി വായിച്ച ആ പാരഗ്രാഫ് മാത്രമല്ല, അതിന്റെ താഴേക്ക് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഖാവ് സുന്ദരയ്യ പറയുന്ന ചില കാര്യങ്ങൾ, ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ രൂപപ്പെട്ടു എന്ന് പറയുന്ന, പ്രാദേശികമായി രൂപപ്പെട്ടു എന്ന് പറയുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റികളിൽ RSSനോടൊപ്പം നമ്മുടെ സഖാക്കൾ വ്യാപകമായി പങ്കുചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ജ്യോതി ബാസുവും PT ജോഷിയും അതേപോലെ തന്നെ BTRും ഒക്കെ പല യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. RSSുമായുള്ള ഈ സഹകരണം ഇന്ത്യയിലെ കോൺഗ്രസ് പോലെ നാം വിലയിരുത്തുന്ന ഒരു യാഥാസ്ഥിക വലതുപക്ഷ പാർട്ടിയല്ല RSS. ഇന്നിപ്പോ മുഖ്യമന്ത്രി വായിച്ചു കേൾപ്പിച്ച കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, വി ആൻഡ് അവർ നേഷൻഹുഡ്, വിചാരധാരയൊക്കെ. ഇതൊക്കെ 75 മുൻപേ വരുന്നതാണ്. വിചാരധാര 66ലാണ്, മറ്റത് 39ലാണ്. ആ പുസ്തകങ്ങളും RSSും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ സഹകരണത്തിലേക്ക് പോകുന്നത്. സഖാവ് സുന്ദരയ്യ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന പുസ്തകങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയതയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമ്പൂർണമായ ഒരു പാരാമിലിറ്ററി സ്വഭാവമുള്ള വർഗീയ സംഘടനയുമായി RSS നോടുകൂടെ നാം ചേരുന്നത് നമ്മെ അപകടത്തിലാക്കുമെന്നൊരു താക്കീത് അദ്ദേഹം കൊടുത്തു. ഇന്നിപ്പോ പലരും പറയുന്നത് EMSന്റെ പ്രസ്താവനയാണല്ലോ. യഥാർത്ഥത്തിൽ അന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിനെതിരായ പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന EMS ആണ്. അന്നാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ ഏതു ചെകുത്താനുമായി ഞങ്ങൾക്ക് കൂട്ടുകൂടിക്കളയാം എന്ന സിദ്ധാന്തം EMS കൊണ്ടുവരുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് സുന്ദരയുടെ നിലപാട് പരാജയപ്പെടുന്നത്, അദ്ദേഹം രാജിവെക്കുന്നത്. ഇനിയിപ്പോ ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഗോവിന്ദൻ മാഷ് ഇതൊക്കെ ഓർത്തെടുക്കുന്നത് ഇവരുടെ പുതിയ രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ഇന്നലത്തെ മറ്റൊരു പ്രസ്താവന ഉണ്ട്, അത് ചർച്ചയായില്ല. അത് ഇവർക്ക് അങ്ങോട്ട് പോയി പ്രഖ്യാപനം കൊടുത്ത ഒരു കൂട്ടരുണ്ട്, പിന്തുണ കൊടുത്ത ഒരു കൂട്ടരുണ്ട്. അത് PDP ആണ്. മറുഭാഗത്തിരുന്ന് വിജയരാഘവൻ പറയുന്നത് PDP എന്നൊരു പാർട്ടി ഇപ്പൊ ഉണ്ടോ, അങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ്. ഇതേ PDP പീഡിത വർഗമാണെന്ന് ഗോവിന്ദൻ മാഷ് പണ്ട് പറഞ്ഞു. ഒരു ഭാഗത്ത് വിജയരാഘവൻ PDPയെ തള്ളി പറയുന്നു, മറുഭാഗത്ത് ഈ അനിവാര്യമായ ഒരു വൈകുന്നേരം, നിലമ്പൂരിലെ കുട്ടിക്കലാശത്തിന്റെ വൈകുന്നേരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി മുന്നിൽ കാണും. MV ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ കുട്ടിക്കലാശത്തിൽ PDPയുടെ കൊടിയുണ്ട്. കോലീബിയെ പറ്റി പറ, കോലീബിയെ പറ്റി പറ ഷിബു, കോലീബിയെ പറ്റി പറ. കോഴിക്കോട് കക്കോടൻ ഞാൻ മറുപടി പറഞ്ഞു അടക്കം നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ? താങ്കൾ പറയൂ സഖാവെ. താങ്കൾ ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ്. എനിക്ക് താങ്കളോട് ഒരു തർക്കത്തിന് താല്പര്യമില്ല. താങ്കൾ ഉന്നയിച്ച വിഷയത്തിന് ഞാൻ മറുപടി, ആദ്യം താങ്കൾ പറഞ്ഞതിന് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ സഖാവെ, എന്നിട്ട് പറയാം. നിങ്ങളൊന്ന് സമാധാനപ്പെടുക. ഞാൻ പറഞ്ഞു വരുന്നത്, PDPയുടെ പിന്തുണ തള്ളി എന്തിനാണെന്നറിയോ? PDP അബ്ദുൽ നാസർ മഹദിനെയൊക്കെ ഈ പുതിയ ഈ വോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണല്ലോ ഇപ്പോൾ RSSന്, അവർക്ക് അപശകുനാണ്. അതുകൊണ്ട് PDP ഒന്നും ഞങ്ങൾക്കറിയില്ല, നിങ്ങളുടെ വോട്ടിംഗ് പോരട്ടെ എന്ന സമീപനമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സുന്ദരയ്യയുടെ രാജിക്കത്ത് ചർച്ചയാകുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ജനതാ പാർട്ടിയുമായിട്ടല്ലേ സഖ്യം. ഈ 77 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം സ്മൃതി, ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി മന്ത്രിസഭയിലാണ് ലാൽ കൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി ഇവരൊക്കെ കേന്ദ്രമന്ത്രിമാരായി വരുന്നത്. അദ്വാനി 14ാമത്തെ വയസ്സ് മുതൽ RSS ആണ്.
വാജ്പേയി 12ാമത്തെ വയസ്സ് മുതൽ RSS ആണ്. ഇവർ ഈ പറയുന്ന ഇരട്ടംഗത്വത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, ഈ RSSന്റെ അംഗത്വം രാജിവെച്ചിട്ടല്ല ഇവരാരും ജനതാ പാർട്ടിയിൽ ചേർന്ന് മന്ത്രിമാരായിരിക്കുമ്പോ, പാലക്കാട്ട് വന്ന് ശിവദാസ മേനോന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ, ഒരുമിച്ച് മത്സരിക്കുമ്പോ, 77 ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിൽ ഇവരുടെ വോട്ട് വാങ്ങുമ്പോഴൊക്കെ ഇവർ RSS അംഗങ്ങൾ തന്നെയാണ്. ചരൺ സിംഗ് ഇത് രാജിവെക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. മൊറാർജി ദേശായി ഒരു നിലപാട് സ്വീകരിച്ചു. ഇവർ RSS ആണെങ്കിൽ ഞാനും ഒഴിയാണ്, ഇവരോടൊപ്പമാണ് നീന്തിക്കടന്നത്, ഇവരോടൊപ്പം തന്നെ മുങ്ങാം, നിങ്ങൾ രാജിവെക്കണ്ട, നിങ്ങൾ RSS ആയിട്ട് തന്നെ തുടർന്നോ എന്ന് പറഞ്ഞിട്ടാണ് 79 ആ മന്ത്രിസഭ രാജിവെക്കുന്നത്. അപ്പൊ 77 ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മനുഷ്യൻ അവരുടെ വോട്ട് വാങ്ങി. ഇനി മറ്റൊരു കൗതുകം കൂടി ഉണ്ട് സ്മൃതി, ഇവിടെ ഇപ്പൊ പ്രബോധനത്തിന്റെ ഒരു കാര്യം ജയരാജൻ സഖാബ് വായിച്ചല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി അവര് ഇന്ത്യയിലെ ഭരണകൂട സംവിധാനങ്ങൾ മുഴുവൻ താഗൂത്ത് എന്നൊരു വാക്കാണ് അവരന്ന് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ കൂടിക്കൂടാ, സർക്കാർ ജോലി പോലും അവരുടെ പ്രവർത്തകരെ സ്വീകരിക്കാൻ അനുവദിച്ചിരുന്നില്ല, വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. എന്നിട്ട് അവർ ആദ്യമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എപ്പോഴാ? ഇതേ 77 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ നിരോധിച്ച കോൺഗ്രസിനോട് പകവീട്ടാൻ അവരാർക്കാ വോട്ട് കൊടുത്തത്? ഇതേ ഇടതുപക്ഷത്തിന്, ഇതേ CPM എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് RSSന്റെ വോട്ട്, മറുഭാഗത്ത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഒരേപോലെ വാങ്ങി കൈ പിടിച്ച പാരമ്പര്യം ഇവർക്കുണ്ട്. ഇനിയിപ്പോ പ്രബോധനത്തിന്റെ കാര്യം പറഞ്ഞില്ല, 2006 ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി അവര് മുന്നണികളെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നത്. 2006 അവരങ്ങനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിക്കും ആദ്യമായി അവർ കൊടുത്ത രാഷ്ട്രീയ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഈ ചർച്ചയിൽ പറയുന്നില്ല. ഇതാണ് ഒരു ഭാഗത്ത് ഇവർ ഈ തള്ളിപ്പറഞ്ഞതിനെ മുഴുവൻ ഇന്നലകളിൽ ഇവർ ആശ്ലേഷിച്ചിട്ടുണ്ട്. ഇന്നും അവർക്ക് ആവശ്യം വന്നേക്കാം. ശരി, ജമാഅത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം അടുത്ത ഊഴത്തിൽ പറയും. അല്ല, കോൺഗ്രസ് കേരളത്തിൽ BJPയുമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണല്ലോ, ചരിത്ര സത്യമാണല്ലോ. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ KP ഉണ്ണികൃഷ്ണനെതിരെ അഡ്വക്കേറ്റ് രത്നസിംഗ് സംയുക്ത സ്ഥാനാർത്ഥിയായില്ലേ? അതിനെയാണ് കോലീബി സഖ്യം എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂരിൽ മാധവൻകുട്ടിയായിരുന്നു സംയുക്ത സ്ഥാനാർത്ഥി. രണ്ടുപേരും തോറ്റു, ആ പരീക്ഷണം പരാജയപ്പെട്ടു. ഞാൻ ഒരു പ്രത്യേക മണ്ഡലത്തിൽ BJP അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പിൻവലിച്ചാൽ ആ വോട്ടാകെ ഞങ്ങൾക്കാ വന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക? ഈ പറയുന്ന വിഷയം അതുപോലെ ഇത് പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെട്ട് അധികാരം പങ്കിട്ട കഥയാണ് ഞാനീ പറയുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി സ്മൃതി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ കക്കോടൻ ടൂറിസ്റ്റ് ടൈമിൽ 18ാം നമ്പർ റൂമിലായിരുന്നു എന്നൊക്കെ വെറുതെ എയറിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞത് ഇവരുടെ പാർട്ടിയെ ഇന്ത്യയിൽ ദീർഘകാലം നയിച്ച ഒരു മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കൊണ്ട് എഴുതിയ ഒരു രാജിക്കത്തിനെ നിർത്തിയാണ്. ആ രാജിക്കത്ത് പോലും അദ്ദേഹം മരിച്ച് പിന്നെ പുറത്തു വരുന്നത്. സഖാവ് സുന്ദരയ്യയുടെ ചരിത്രത്തെ, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ലെഗസിയെ ഇവർക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതല്ലാതെ ഒരിടത്ത് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.